മഴയൊക്കെ പെയ്യുമ്പോഴും ഇടി വെട്ടുമ്പോൾ ഈ കമ്പി നിന്നങ്ങ് തീയരിക. തീയരിപ്പോൾ ഈ കുഞ്ഞുങ്ങളും എല്ലാം അലറിക്കൊണ്ട് കുഞ്ഞുങ്ങൾ കരയും, ഞാനും കലറും. പാത്രങ്ങൾ വരെ ഇരിക്കുന്നതെല്ലാം മറിഞ്ഞ് പടപടാന്ന് തറയിൽ വീഴും. പിന്നെ ഈ കമ്പിയിലൊക്കെ എന്തെങ്കിലും വന്ന് വീഴുമ്പോൾ ഇവിടെ ഇതുപോലെ തീയരിയുന്നു. ജിയോ ഭയത്താൽ കഴിയുന്ന ഒരു ഉമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇവരുടെ വീടിന് മുകളിലൂടെ ഒരു 11 kV ലൈൻ കടന്നു പോകുന്നുണ്ട്. അതൊന്ന് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കുന്നത്തൂരിലെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും പലകുറി സമീപിച്ചതാണ്. പ്രയോജനമുണ്ടായില്ല. ആ സമയത്താണ് നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുന്നത്തൂരിലേക്ക് എത്തിയത്. അദ്ദേഹത്തെ സമീപിച്ചു. ഫാത്തിമ ബീബിയുടെ മകൻ അലാവുദ്ദീനും പ്രദേശവാസികളായ 41 പേരും ഒപ്പിട്ട അപേക്ഷ നവകേരള സദസ്സിൽ സമർപ്പിച്ചു. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് ഉദ്യോഗസ്ഥരുടെ മറുപടി. പക്ഷേ പണി ഇങ്ങനെയാകുമെന്ന് അലാവുദ്ദീനും അയൽവാസികളും കരുതിയതേയില്ല. നമുക്കൊരു പേപ്പർ വന്ന് ഇലക്ട്രിസിറ്റിയിൽ നിന്ന്, അതിനകത്ത് 13 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് അവർ പറയുന്നത്. അടച്ചു കഴിഞ്ഞാൽ മാറ്റിത്തരുമെന്ന്. നമ്മുടെ കയ്യിൽ കറണ്ട് ചാർജ് അടയ്ക്കാൻ നിവൃത്തിയില്ല. നമ്മൾ അന്നേരം ഇവിടെ താമസിക്കുന്നവരെല്ലാം അത്താഴപ്പട്ടിണിക്കാരാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് പ്രജകളെ കണ്ട നവകേരള സദസ്സിലെ പ്രതീക്ഷകൾ അവസാനിച്ചു. ഇനിയെങ്കിലും പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ ഇങ്ങനെയൊന്നും പറ്റിക്കരുത് കേട്ടോ. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.